നിർബാധ പതനം, അതിനെക്കുറിച്ചാണ് ഒരു ചോദ്യം. ഇപ്പൊ ഒരു വസ്തു ഇതാ നോക്കുക, ഇങ്ങനെ വീണു അല്ലെ, ഈ വസ്തു ഇങ്ങനെ ഒരു ഇതുമില്ലാതെ ഇങ്ങനെ വന്ന് വീഴുന്നു. ഇതിനെയാണ് നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീ ഫാൾ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇങ്ങനെ വീഴുമ്പം വായുവിന്റെ കർഷണം പരിഗണിക്കുന്നതേ അല്ല, അതിൽ അനുഭവപ്പെടുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് രണ്ട് വെയിറ്റുള്ള വസ്തുക്കൾ, ഒരു കല്ലും എടുത്ത് ചോക്കും എടുത്ത് രണ്ടും ഇടുമ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ തറയിലെത്തുന്നു. ഗുരുത്വാകർഷണമാണ് അതിൽ ആക്ട് ചെയ്യുന്നത് അല്ലെ. ഈ വസ്തുവിന്റെ ഭാരം ആ സമയത്ത് എത്രയായിരിക്കും? 0 ഈ വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? 0. ഇതില് വെയിറ്റ് 0. ഇനി ഇതിങ്ങനെ കറക്റ്റ് വീഴുന്നതിന് ആ ഒരു ഫ്രീ ഫാളിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതില് റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതായത് ഇതിന് എന്താണ് ഗുരുത്വാകർഷണം കാരണം ഇത് താഴോട്ട് അങ്ങ് വീഴുന്നത്, അല്ലാതെ ഇതിനോട് റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൽ ഭാരം അനുഭവപ്പെടാത്തത്. ഓക്കെ, നിങ്ങൾ ലിഫ്റ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലിഫ്റ്റ് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ, നിങ്ങളുടെ പോക്കി സിനിമയിൽ അസിനും വിജയുള്ള സീനുണ്ട് അല്ലെ. അപ്പം ഈ ലിഫ്റ്റ് ഇങ്ങനെ വെറുതെ ചെയ്തിട്ട് ലിഫ്റ്റ് പെട്ടെന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ വെയിറ്റ് കൂടുതൽ അനുഭവപ്പെടും. ലിഫ്റ്റ് എന്നിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ ത്വരണം കാരണം വെയിറ്റ് കുറച്ച് അനുഭവപ്പെടും. ലിഫ്റ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സാധാരണ നോർമൽ. ഇനി ലിഫ്റ്റ് പൊട്ടി വീഴുകയാണ് എങ്കിൽ എന്താണ്? അത് നിർബാധ പതനമാണ്, വെയിറ്റ് 0 അനുഭവപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് ഈ നിർബാധ പതനത്തിൽ വരുന്നത്. ജെയിന്റ് ആപ്ലിക്കേഷനാണ്. ജെയിന്റ് വീലിലും അതേപോലെ ഒരു ത്രാസ്, വെയിറ്റ് തൂക്കിയ ത്രാസ് പൊട്ടി വീഴുമ്പോഴും വെയിറ്റ് 0 അനുഭവപ്പെടുന്നത്. കാരണം വെച്ചാൽ ഈ ജെയിന്റ് വീലില് 0 ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. അവിടെ നിർബാധ പതനം മൂലമുള്ള ഗുരുത്വാകർഷണം മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. ഈ വെയിറ്റ് തൂങ്ങിക്കിടക്കുന്ന ത്രാസിൽ വെയിറ്റ് ഉണ്ട് സമയത്ത് പൊട്ടിയടിച്ച് താഴെ പോയി കഴിഞ്ഞാൽ റീഡിങ് 0 ആവും. ഇനി നേരത്തെ ലിഫ്റ്റിന്റെ കാര്യം പറഞ്ഞില്ല, അതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ലിഫ്റ്റില് നോർമൽ സമയത്തുള്ള വെയിറ്റിനെ സാധാരണ ഭാരം എന്ന് പറയാം. ഇനി ഇത് താഴോട്ടും മുകളിലോട്ടും പോകുമ്പോഴത്തേക്കുള്ള വെയിറ്റിനെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയും. അപ്പാരന്റ് വെയിറ്റ്. ലിഫ്റ്റ് പൊട്ടി വീഴുമ്പോൾ ഫ്രീ ഫാൾ അതായത് എന്താണ് സാധാരണ, അതായത് എന്താ പറയുക നിർബാധ പതനം. ആ സമയത്ത് വസ്തുവിന്റെ എന്താണ് വെയിറ്റ് 0 പക്ഷെ മാസ് എപ്പോഴും സ്ഥിരമായിരിക്കും എന്നൊരു കാര്യം പഠിച്ചോണം.